നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഈ സീസണിലെ അവസാനത്തെ മാച്ച് പ്രിവ്യൂ. വിഷമമുണ്ട് പറയാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നല്ല. ഇനി ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കളികളൊന്നുമില്ല. ഓഗസ്റ്റ് 17 അടുത്ത സീസൺ കളി തുടങ്ങാൻ പോകുന്നത്, 2024-25. ആൻഡ് ഇതില് ചെറിയ കൺജക്ചർ, കുറച്ച് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. പക്ഷെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോൺമത്ത് ആയിട്ടുള്ള മാച്ച് പ്രിവ്യൂ ആണ്. ഞാൻ അതിനു വേണ്ടിയായിട്ട് ഇന്ന് ആദ്യമായിട്ട് തോന്നുന്നുള്ളൂ ചെൽസിയുടെ ജേഴ്സി ഇട്ടിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ബട്ട് ദിസ് ഈസ് ദ ഫൈനൽ ഗെയിം. ഫെയർവെൽ ടു നൺ അതർ ദാൻ ദ ഗ്രേറ്റ്, ദ ലെജൻഡറി തിയാഗോ സിൽവ. ഓ മോൺസ്ട്രോ തിയാഗോ സിൽവ, താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി, 1000 നന്ദി. വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, ഒന്ന് വന്ന ഡിഫൻസ് സ്റ്റേബിലൈസ് ചെയ്തതെന്ന് പറയാം. പിന്നെ 2, ഈ 36-ാമത്തെ വയസ്സിൽ പ്രീമിയർ ലീഗ് വന്നിട്ട് വൺ ഓഫ് ദ ടഫസ്റ്റ് ലീഗ്സ് ആണ്, ഏറ്റവും കോമ്പറ്റീറ്റീവ് ലീഗാണ്. നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പഞ്ഞിക്കിടും ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് വെറും 4 കൊല്ലവും കൺസിസ്റ്റന്റ് ആയിട്ട് ഗെയിം ടൈം ഇരുന്ന് കളിക്കുക. പ്രത്യേകിച്ച് ചെൽസിയിൽ ഇഞ്ചുറി നിറഞ്ഞിരിക്കുന്ന സീസണിന്റെ ഇടയ്ക്കൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കുക എന്ന് പറയണത് തന്നെ ഐ തിങ്ക് ഇറ്റ്സ് നത്തിങ് ഷോർട്ട് ഓഫ് ഫാന്റാസ്റ്റിക്. പോരാത്തതിന് ദ ഗെയിംസ്, ദ ലീഡർഷിപ്പ്, ദ കമ്മിറ്റ്മെന്റ്, ദ പാഷൻ. തിയാഗോ സിൽവ മാത്രമല്ല, വൈഫും പിള്ളേരും എല്ലാവരും ആ ഒരു ട്രൂ ബ്ലൂ കളർ നിലനിർത്തിയത്. ചിലവരൊക്കെ കോബമിൽ കളിച്ച് വളർന്ന ആൾക്കാരിനെക്കാട്ടിലും എത്രയോ ലെവൽ കമ്മിറ്റ്മെന്റ് ആണ് തിയാഗോ സിൽവ നിങ്ങൾ ചെൽസിക്ക് വേണ്ടി കാണിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത്. ഓൾറെഡി ഞാൻ നേരത്തെ ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു തിയാഗോ സിൽവയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ സ്റ്റിൽ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് പറയാൻ തോന്നി കോബത്തിന് വേണ്ടിയിട്ട്. പിന്നെ കുറെ ചോദ്യങ്ങളുണ്ട്, കോണർ ഗാലഹർ ആൻഡ് ചാലബ. അതൊക്കെ നമുക്ക് വീഡിയോയിൽ സംസാരിക്കാം. ഫൈനൽ ഗെയിം അഗൈൻസ്റ്റ് ബോൺമത്ത്, ടോപ്പ് 6 ഉറപ്പിക്കാനായിട്ട് ഒരു പക്ഷേ ഭാഗ്യം നമ്മുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ മേ ബി ടോപ്പ് 5 ആസ് വെൽ. അതിൽ ടോട്ടനം അത്രയ്ക്ക് മോശമായിട്ട് ഷെഫീൽഡ് യുണൈറ്റഡ് ആയിട്ട് കളിച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് 5 കയറാം എന്നുള്ള സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട്. പക്ഷെ അവർ തോക്കണം. അവർക്ക് ഡ്രോ പിടിച്ചാലും ജയം പിടിച്ചാലും മതി, അവർക്ക് ടോപ്പ് 5 ഉറപ്പിക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ടോപ്പ് 6. ഇതിന്റെ ചോദ്യത്തിൽ യൂറോപ്പ, നമ്മൾ ടോപ്പ് 5 എത്തണോ, ടോപ്പ് 6 എത്തണോ, യൂറോപ്പ ലീഗ്, കോൺഫറൻസ് ലീഗ്, അങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ചോദ്യങ്ങൾ എവിടെ നിൽക്കട്ടെ, ടോപ്പ് 6 ഫിനിഷ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സീസൺ വിൽ ബി എൻ ആബ്സല്യൂട്ട് പോസിറ്റീവ്. അതിൽ യാതൊരു സംശയവുമില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ റീസ് ജെയിംസ് ക്യാപ്റ്റൻ നാളത്തെ മത്സരവും ഇനി പ്രീമിയർ ലീഗ് അടുത്ത സീസണിലെ ആദ്യത്തെ 3 മത്സരവും മിസ് ചെയ്യാൻ പോകുന്നു. എന്തൊരു മനോഹരമായ ആചാരങ്ങൾ. അപ്പൊ ചെൽസി ക്ലബിന്റെ ക്യാപ്റ്റൻ ആണ്, എന്നിട്ട് അങ്ങനത്തെ ഈ പറയുന്ന പോലെ മണ്ടത്തരം കാണിച്ചു കൂട്ടിയെന്നുള്ളതിന് ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. ബട്ട് നാളത്തെ കളി മിഖാലോ മുഡ്രിക് അവൈലബിൾ അല്ല, അൺഫോർച്ചുനേറ്റ്ലി. ആ കൺകഷൻ റൂൾ പ്രകാരം ഇനി 7 ഗെയിമിലെന്തോ കളിക്കാൻ പറ്റില്ല. 7 ഗെയിം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയോ 7 ദിവസമോ അങ്ങനെ എന്തോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവസാനത്തെ ഗെയിം മിസ്സാവും. സോ എൻകൂങ്കു ഒബ്വിയസ്ലി സ്റ്റാർട്ട്സ്, ജാക്സൺ, പാൽമർ, നോണി മാഡുവക്കെ, കോണർ ഗാലഹർ, കൈസഡോ, കുക്കുറയ, ഗുസ്തോ, തിയാഗോ സിൽവ. ആൻഡ് ഒരു പക്ഷേ ബാദിയേഷ്യലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. എനിക്ക് എന്റെ മനസ്സ് പറയുന്നു മേ ബി തിയാഗോ സിൽവ വിൽ ബി ഗിവൺ ദ ക്യാപ്റ്റൻസ് ആംബാൻഡ് ആസ് എ മാർക്ക് ഓഫ് റെസ്പെക്ട്. ദ ഫൈനൽ ഗെയിം ഫോർ ചെൽസി. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഫുൾ മിനിറ്റ്സിലേക്ക് പോവുകയാണ്. അത് കൺഫേംഡ് ആയി കഴിയുകയും ചെയ്തു. പക്ഷെ തിയാഗോ സിൽവ ബീങ് തിയാഗോ സിൽവ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ടു ചെൽസി ഇൻ സം സോർട്ട് ഓഫ് കപ്പാസിറ്റി. വലിയ ഫാന്റാസ്റ്റിക്. പുള്ളിക്കാരൻ കോച്ചിങ്ങിന്റെ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നു എന്നൊക്കെ പറയുന്നു. വരട്ടെ. ഹാവിംഗ് ഹിം വിൽ ബി അബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. പെട്രോവിച്ച് എന്തായാലും അടുത്ത കളിയിൽ ഓൺ പോസ്റ്റ് തന്നെയായിരിക്കും. ഞാൻ ഇതിന് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ മാച്ച് റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി ഇന്റൻസിറ്റിയും പാഷനോടും കൂടെ ആയിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത്. കാരണം ജയം നമുക്കാണ് മുഖ്യം. ബോൺമത്ത് ഇനിയിപ്പോ ഈ സീസൺ എനിക്ക് കാര്യമൊന്നുമില്ല, ഇറ്റ്സ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. ലാസ്റ്റ് ഗെയിം വളരെ ചില്ലായിട്ട് കളിക്കാൻ പോകുന്ന ഒരു മത്സരമായിരിക്കും ബോൺമത്ത് എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. എന്നാൽ തന്നെയും കളി നമുക്ക് എളുപ്പമായിട്ട് കാണാൻ പറ്റില്ല, എളുപ്പമായിട്ട് എടുക്കാനും പറ്റില്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി നെവർ നോ ഹൗ ഫുട്ബോൾ ഗെയിംസ്. യെസ്, നമ്മൾ കുറച്ച് കളികളായിട്ട് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നത്, നല്ല ബിൽഡപ്പ് ആയിട്ട് കളിക്കുന്നത് എന്നുള്ളത് സത്യം തന്നെയാണെങ്കിൽ തന്നെയും നമ്മൾ ഓവർലി ഹൈപ്പ് കൂട്ടിയിട്ടും കാര്യമില്ല. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ബീൻ എ റീസെന്റ് ഫോം. നല്ല ഫോം ആയിരുന്നു, നല്ലൊരു മൂവ്മെന്റ് ആണ്. യെസ്, ബട്ട് എൻഡിങ് ദ സീസൺ ഓൺ എ ഹൈ വിൽ ബി അബ്സല്യൂട്ട്ലി നെസസറി. പ്രീ മാച്ചിൽ ഞാൻ ഉണ്ടാവില്ല, ഇമ്മീഡിയറ്റ്ലി പോസ്റ്റ് മാച്ചിലും ഞാൻ ഉണ്ടാവില്ല. മാച്ച് റിവ്യൂ എന്നാലും ഒരു ദിവസം വൈകും. കാരണം ഐ എം ഗോയിങ് ഔട്ട്. ഞാൻ വരാൻ പോകുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം ആയിരിക്കും. ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഇതിന്റെ മാച്ച് റിവ്യൂ ചെയ്യാൻ കിട്ടുള്ളൂ. ചൊവ്വാഴ്ച മാച്ച് റിവ്യൂ എന്ന് മാത്രമല്ല, പിന്നെ സീസൺ ക്ലോസിംഗിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അതും ഞാൻ ചൊവ്വാഴ്ച ഞാൻ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് എക്സ്പെക്ട് എ ഡിലേ, എസ്പെഷ്യലി ഫോർ ഈ ഒരു കളിയുടെ മാച്ച് റിവ്യൂക്ക് വേണ്ടിയിട്ട്. ക്ഷമിക്കണം, പേഴ്സണൽ സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് മിസ് ഔട്ട് ആവാൻ പോകുന്നത്. നല്ല സാഹചര്യം തന്നെയാണ്, പക്ഷെ എനിക്ക് കളി ലൈവായിട്ടിരുന്ന് കാണാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ഹൈലൈറ്റ്സും ഒരു പക്ഷെ റീപ്ലേയും കണ്ടിട്ട് വേണം ഇതിന്റെ മാച്ച് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ഉണ്ടാവും എന്നുള്ളത്
നേരത്തെ ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. ഓക്കെ, എനിവേ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബോൺമത്ത് ആയിട്ടുള്ള അവസാന മത്സരം തിയാഗോ സിൽവയുടെ ഫൈനൽ മാച്ച് ഇൻ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. എൻഡിങ് ഓഫ് ദ ഫൈനൽ മാച്ച് പ്രിവ്യൂ ഫോർ ദ സീസൺ ചെറിയ വിഷമത്തോടെ ആണെന്നുണ്ടെങ്കിലും സൈനിങ് ഓഫ് SK ഫ്രം ചൽസിക്കാരൻ.